ഈ പറയുന്ന പൂന്തുറ കലാപം അക്ഷരാർത്ഥത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നടന്നിട്ടുള്ള ഒരു കലാപമാണ്. 5 ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു കലാപമാണ്. പൂന്തുറ കടപ്പുറത്ത് ജീവിക്കാനുള്ള അധികാരം ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമാണെന്ന് വാദിച്ചുകൊണ്ട് എതിർ മതത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ പെടുന്ന ആളുകളെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ നടത്തിയിട്ടുള്ള പരിശ്രമമാണ് പൂന്തുറ കലാപം എന്ന് പറയുന്നത്. ഈ പൂന്തുറ കലാപത്തെ തുടർന്നിട്ടാണ് ISS കേരളത്തിൽ നിരോധിക്കപ്പെടുന്നത്. ഇവരിപ്പോ പറയുന്നത് ബാബറി മസ്ജിദ് ഡെമോളിഷന് ശേഷമാണ് ISS നിരോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്, രാജ്യത്തുടനീളമുള്ള മുസ്ലിം സംഘടനകൾ നിരോധിച്ച കൂട്ടത്തിലാണെന്നുള്ളതാണ്. അത് ചരിത്രപരമായി ശരിയായിട്ടുള്ള ഒരു വാദമല്ല. കാരണം ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഉണ്ടാവുന്ന 1992 ഡിസംബർ 6-ാം തീയതിയാണ്. പൂന്തുറ കലാപം സംഘടിപ്പിക്കുന്നത് 1992 ജൂലൈ 4-ാം തീയതിയാണ്. ബാബറി മസ്ജിദ് തകരുന്നതിന് മുൻപേ തന്നെ പൂന്തുറയിൽ ഇവർ കലാപം നടത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെയാണ് ISS ഉണ്ടായത്. ഈ ISS നിരോധിക്കപ്പെട്ടതിന് ശേഷം അത് കുറെ കൂടി എന്താ പറയുക, സ്വീകാര്യമായിട്ടുള്ള ഒരു ഭാവത്തിൽ അവതരിപ്പിച്ചതാണ് PDP എന്ന് പറയുന്നത്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അതിനെ ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ PDP ആയതിനു ശേഷവും അതിന്റെ പ്രവർത്തന പദ്ധതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നീട് അങ്ങോട്ട് നിരവധിയായിട്ടുള്ള വർഗീയ കലാപങ്ങളിലും ഭീകര സ്ഫോടനങ്ങളിലും എല്ലാം പ്രത്യക്ഷമായി തന്നെ ഇടപെടുന്ന ഒരു സംവിധാനമായിട്ടാണ് PDP യെ കാണുന്നത്. ഉദാഹരണത്തിന്